എം ടി ആണ് ഒരു പുസ്തകം. എം ടി എഴുതിയ പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ താളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൽ നിന്നും പറിച്ചെറിഞ്ഞ ഓരോ താളുകളാണ് ഓരോ പുസ്തകവും. വാസുവിനെ പറ്റി ഞാൻ പലപ്പോഴും കേട്ടത് ആദ്യം ചിരിക്കില്ല, പറയില്ല, സംസാരിക്കില്ല, ഒന്നുമല്ല. വാസുവിൻ്റെ ഒരു അസാധാരണമായ സ്നേഹമുള്ള ഒരാളാണ് ഉള്ളിൽ. അത് അങ്ങനെ ആ സമയത്തേ വരുള്ളൂ. 1 മുതൽ 0 വരെ എന്ന് പറഞ്ഞ കഥ സിനിമയായി മാറിയ കഥ ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് വന്നത്, എൻ്റെ വീട്ടിൻ്റെ കിഴക്കേ മുറി എന്ന് പറഞ്ഞൊരു മുറിയുണ്ട്. ആ മുറിയുടെ വാതിൽ തുറന്നിട്ടൊരു ചാരുകസേല ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവ മുൻപിൽ ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയിലൂടെ ഒരു അമ്മയും കുഞ്ഞും കൂടെ നടന്നു വരുന്നത് ഞാൻ കണ്ടു. ആ അമ്മയിൽ നിന്നും കുഞ്ഞിൽ നിന്നാണ് എനിക്ക് ആ 2 കഥാപാത്രങ്ങൾ കിട്ടിയത്. പക്ഷെ അങ്ങനെ ആരും വന്നിട്ടില്ല. അത് ഞാൻ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് കത്ത് വന്നു, കുഞ്ഞുണ്ണി മാഷിലെ ഒരു കാർഡിൽ തന്നോടാരാ പെൻസിൽ കൊണ്ട് എഴുതാൻ പറഞ്ഞത്. പിന്നെ എന്തിനാ 2 ഭാഗത്തും എഴുതിയത് കടലാസിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ മാതൃഭൂമിയിലെ ബാലഭക്തിയിൽ എൻ്റെ കഥയുണ്ട്. അച്ഛനറിയത്. അച്ഛനിങ്ങനെ കൈ നീട്ടിയിട്ട് എന്നെ അവിടെ കിടത്തി. അപ്പോൾ അച്ഛനടുത്ത് ഞാനും ചിരിഞ്ഞ് കിടക്കുക, സുഖമായിട്ട് കിടക്കണം ഈ മാതൃഭക്തിക്ക്. അച്ഛൻ പതുക്കെ പറഞ്ഞു, ഒരിക്കലും അഹങ്കരിക്കരുത്. അതാണ് അച്ഛൻ്റെ ആദ്യത്തെ കമൻറ്റ്, അഹങ്കരിക്കരുത്. അതുപോലെ പണ്ടൊക്കെ ഞാൻ എഴുതുമ്പോഴൊക്കെ ഇങ്ങനെ എഴുതി തീരാൻ വേണ്ടി കാത്തു നിൽക്കും. വീട്ടിൽ ഏട്ടൻ, എൻ്റെ അനിയത്തി, ഇവരൊക്കെ പേപ്പറൊക്കെ എഴുതി വെച്ച അപ്പം നിന്ന് എടുത്തു കൊണ്ടുപോകും. ഈ ചൂടോടെ ദോശയൊക്കെ അമ്മ അടുക്കളയിൽ നിന്ന് പേപ്പറിലേക്ക് വാങ്ങുന്നത് എടുത്തുകൊണ്ടിട്ട് വായിച്ചിട്ട് കൊണ്ടുപോയി അവിടെ വയ്ക്കും. അപ്പോൾ ആദരവോടെയാണ് വയ്ക്കുക. ഞാനിങ്ങനെ എഴുതുന്നുണ്ടോ, മാതൃഭൂമിയിൽ പോയി പൈസ ചോദിക്കാന്നൊക്കെയുള്ള മടി അങ്ങനത്തെ ഒന്നും എനിക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയും വരില്ല. അഭിമാന പ്രശ്നമല്ലേ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ കാര്യം നടക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും ചില ആൾക്കാരൊക്കെ എന്നെ വിളിക്കും, സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ ചോദിക്കും. ഞാൻ എല്ലാവരോടും വിളിക്കുന്നതും കാണാൻ അവസരം കൊടുക്കുന്നതൊക്കെ ഈ ഒറ്റ കാരണം കൊണ്ടാണ്. എനിക്കറിയാം അതിൻ്റെ പിറകിലുള്ള വികാരം എന്താണെന്നുള്ളത്. ഈ വാസുവിൻ്റെ നേരെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ തോളിൽ കൈ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, മൂത്ത ജ്യേഷ്ഠനായിട്ട് കാണാം. അതെന്തിനാ അദ്ദേഹം പറഞ്ഞ എനിക്കറിയില്ല. ഒരുപക്ഷെ എന്തോ ഒരു വാത്സല്യമായിരിക്കാം.